ഇതാണ് ഞങ്ങളുടെ 99 മോഡൽ സെൻ. 99 ഇത് ഞങ്ങളുടെ പഴയ മാരുതി 800 കൊടുത്തിട്ട് ഈ സെൻ എടുക്കുകയുണ്ടായി. അന്ന് 2 കാറായിരുന്നു കണ്ടൻഷനിലുണ്ടായിരുന്നു. ഒന്നൊരു സെൻ, ഒന്ന് ഒരു സാൻട്രോ. പിന്നെ ഹ്യുണ്ടായി വന്ന സമയമായതുകൊണ്ട് ഞങ്ങൾ മാരുതിയിലായിരുന്നു ഇൻക്ലൈൻഡ് ആയിരുന്നത്. പിന്നെ ഓപ്ഷൻ കളറിൻ്റെ ആയിരുന്നു, ഒരു ഗോൾഡൻ ബീജും ഒരു പീകോക്ക് ഗ്രീനും. ഫൈനലി ഞങ്ങൾ പീകോക്ക് ഗ്രീൻ കളറിലേക്ക് 0 ഡൗൺ ചെയ്തു. ഇന്ന് ഇതിൻ്റെ രജിസ്ട്രേഷൻ TN59 മധുരയാണ്. പക്ഷേ ഞങ്ങൾ അന്ന് എടുക്കുമ്പോൾ ഇത് പോണ്ടിച്ചേരി ആയിരുന്നു. പോണ്ടിച്ചേരി എന്ന് പറയുമ്പോൾ യൂണിയൻ ടെറിട്ടറി ആ ഒരു കാലഘട്ടത്തിലെ യൂട്ടീസിനൊക്കെ ഒരു ഇളവ് കിട്ടുന്നുണ്ടായിരുന്നു ടാക്സിൽ. അപ്പോൾ ഞങ്ങൾ അന്ന് അങ്ങനെ പോയി എടുത്തു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ അന്ന് ഐ തിങ്ക് 7th ഗ്രേഡിൽ ഞാനും അച്ഛനും അമ്മയും കൂടെ പോണ്ടിച്ചേരിയിൽ ഒരു ബസ്സിൽ പോയി അവിടെ ഒരു രാത്രി തങ്ങി. അടുത്ത ദിവസം ഡെലിവറി അതെല്ലാം എടുത്തു, പൂജയെല്ലാം കഴിഞ്ഞു. എന്നിട്ട് പാലക്കാട് വരെ എത്തണം. അപ്പോൾ ഞങ്ങൾ ഒരു ഡ്രൈവറിനെ വെച്ചു. ഞങ്ങളുടെ ഒരു ട്രസ്റ്റി ഡ്രൈവറുണ്ട്, മഹേഷ് ചേട്ടൻ എന്ന് പറഞ്ഞിട്ട്. പുള്ളി സെന്നോട്ട് ടാറ്റ 407 വരെ ഓടിക്കും. അപ്പോൾ പുള്ളി വന്നു അടുത്ത ദിവസം. എന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ആദ്യം വണ്ടി കൊണ്ടുപോയത് കോയാസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും, കോയാസ് കോയമ്പത്തൂരിൻ്റെ ഒരു ഭയങ്കര ഫേമസ് ആയ ഒരു അപ്പോൾസ്റ്ററാണ്. അവർ കുറേ കാറിനുള്ള സീറ്റ് കവേഴ്സ്, പിന്നെ എന്ന പോലെ സ്റ്റീരിയോ സിസ്റ്റംസ്, ഹോൺസ്, ആക്സസറീസ് അതൊക്കെ കൊടുക്കും. അപ്പോൾ ഞങ്ങളങ്ങനെ കോയാസ് പോയി സ്ലിപ്പ് ഓൺ ടൈപ്പ് സീറ്റ് കവർ ഇട്ടു. ആ സീറ്റ് കവർ 2000 ഓൾമോസ്റ്റ് ഒരു 16 വരെ ഉണ്ടായിരുന്നു കാറിൽ. അത് എടുത്തപ്പോൾ ആ കാറിൻ്റെ സ്റ്റോക്ക് ക്ലോത്ത് കവേഴ്സ് ഇപ്പോഴും ഇൻടാക്റ്റ് ആയിരുന്നു, ഒരു കേടും ഒന്നുമില്ലാണ്ട്. അത് വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അന്ന് വണ്ടി ചേച്ചിയുടെ കയ്യിലായിരുന്നു. 2010 ഞങ്ങൾ ഡിസയറിലേക്ക് മാറ്റിയപ്പോൾ ഈ വണ്ടി അച്ഛനും അമ്മയും ചേച്ചിക്ക് കൊടുത്തു. ചേച്ചി അന്ന് മധുരയാണ്. അപ്പോൾ മധുരയിൽ അന്ന് ട്രെയിൻ കണക്ടിവിറ്റി ഒന്നുമില്ല. അപ്പോൾ ചേച്ചി ഇത് വണ്ടി പോയിന്റ് A to point B കൊണ്ടുപോകാൻ വേണ്ടി മാത്രം യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഇവൻച്വലി പൊള്ളാച്ചി, പളനി, ഡിണ്ടിഗലുള്ള റെയിൽവേ ട്രാക്ക് അപ്ഗ്രേഡായി, ബ്രോഡ് ഗേജായി. അപ്പോൾ ഈ കാറ് വെറുതെ ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് തിരിച്ചെടുക്കാം. എന്നിട്ട് അത്യാവശ്യം കുറച്ച് റെസ്റ്റോറേഷനൊക്കെ ചെയ്ത്, കാരണം കാർ പ്യുവർലി മെക്കാനിക്കലാണ്, കാർബുറേറ്റഡ് ആണ്. ഇതിൽ ഒരു ഇലക്ട്രോണിക്സും ഇല്ല. അതുകൊണ്ട് ഒരു അങ്ങനെ കേട് വരുന്ന ടൈപ്പ് നാച്ചുറൽ വെയർ ആൻഡ് ടയർ വഴി വരുന്നതല്ലാതെ ഒരു ഇലക്ട്രോണിക്സ് കേട് വരിക അങ്ങനത്തെ എന്തിനെ കുറിച്ചൊന്നും പേടിക്കേണ്ട. പവർ വിൻഡോസ് ഇല്ല, പവർ സ്റ്റിയറിംഗ് ഇല്ല, കാർ സ്റ്റീറിയോ കൂടെ വന്നിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കോയാസിൽ വന്ന് ഇതുപോലെ സ്ലിപ്പ് ഓൺ കവേഴ്സ് ഇട്ടു, ആ എയർ ഹോൺ വെച്ചു, വീൽ കവേഴ്സ് ഇട്ടു. ഇതൊക്കെയായിരുന്നു അന്ന് ചെയ്ത കുറച്ച് ബേസിക് അഡീഷൻസ്. പിന്നെ കാർ ഇതുവരെ നന്നായി ഓടി. ഇപ്പോൾ 93,000 കിലോമീറ്റേഴ്സേ ഓടിയിട്ടുള്ളൂ. ഒരുപാട് നാളത് വെറുതെ ഇരുന്നു. പിന്നെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മൂകാംബിക പോയിട്ടുണ്ട്, പിന്നെ തിരുവള്ളൂർ ടെമ്പിളിൽ വന്നിട്ടുണ്ട്, തിരുനെല്ലാറിൽ, മൈസൂർ പോയിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ കമ്പനി L&Tയിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ പോകുമ്പോൾ ഈ വണ്ടിയാണ് എന്നെ കൊണ്ടുവിട്ടത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു ഫാമിലി എയർലൂമാണ്. സോ നമ്മളിത് വെറുതെ കളയരുത്. കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ അല്ലാണ്ട് ഒന്നും കിട്ടില്ല. 2000-3000 ഉറുപ്പ്യ പോലെ വല്ല സ്ക്രാപ്പ് വാല്യൂ എന്നല്ലാണ്ട്. പക്ഷേ കാറ് മെക്കാനിക്കലി ടോട്ടാണ്, ഒരു കുഴപ്പമില്ലാണ്ട് ഓടും. അത്യാവശ്യം എഞ്ചിൻ ഓയിൽ ചേഞ്ചസ് ഒക്കെ ടൈമിൽ ചെയ്ത് കഴിഞ്ഞാൽ ബെൽറ്റൊക്കെ നമ്മൾ മാറ്റി, പുള്ളീസും ബെൽറ്റ്സും ബെയറിങ്ങൊക്കെ ഒന്ന് മാറ്റിയാൽ നന്നായി ഓടും. അതേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ബേസിക് മെയിൻ്റനൻസ്. അതുകൊണ്ടാണ് അതിൻ്റെ കണ്ടീഷനും ഇങ്ങനെ. ഇപ്പോൾ പെയിൻറ്റൊക്കെ കുറച്ച് സ്ഥലത്ത് പെയിൻറ്റ് വർക്കൊക്കെ വെളിയിൽ നിന്ന് ചെയ്തിരുന്നു, അത് നന്നായി ചെയ്തിരുന്നില്ല. കാരണം അത് അതിൻ്റെ എഫക്ട്സ് ക്ലിയർലി അറിയാം. സോ ഞാനിപ്പോൾ കുറേ 2-3 മാസമായിട്ട് കുറേ മാരുതിൻ്റെ പാർട്സൊക്കെ വാങ്ങിയിട്ട് ഞാൻ വിചാരിച്ചു താനേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യാം. ബാക്കിയുള്ളത് ഇപ്പോൾ AC ഒക്കെ, ഇപ്പോൾ ഇതിൻ്റെ AC നോക്കിക്കഴിഞ്ഞാൽ R12 ആണ്. ഇന്നത്തെ കാലത്തിൽ അത് ഫുള്ള് മാറി R134 ആൽഫയായി. സോ അത് നമുക്ക് എളുപ്പം മാറ്റാൻ കിട്ടില്ല. അതിനൊരു റെട്രോഫിറ്റ് കിറ്റ് വരും. ഞാനിവിടെ അടുത്തുള്ള ഒരു കടയിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതേ സിസ്റ്റത്തിൽ നമുക്ക് ഓറിങ്സും അതൊക്കെ മാറ്റിയിട്ട് R134 റെഫ്രിജറേറ്റർ നിറച്ച് നോക്കാം എത്ര നന്നായി വർക്ക് ചെയ്യണമെന്ന്. നമുക്കൊരു ബേസിക് കൂളിംഗ് മതി. കാരണം ഈ വണ്ടീൻ്റെ ഫൈനൽ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഗുജറാത്തിൽ വൈഫിൻ്റെ അടുത്ത് കൊടുത്തു വിടുക എന്നുള്ളതാണ്. സോ അവൾക്ക് വണ്ടി ഒന്ന് പഠിക്കാം. അവൾ പഠിച്ച് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ടച്ചിങ് അപ്പും ഒരു കംപ്ലീറ്റ് പെയിൻറ്റ് ഒന്ന് മാറ്റണമെങ്കിൽ അത് ചെയ്യാം. എനിവേ അത് ഞാൻ അതിൻ്റെ ഒരു കോള് പ്യുവർലി ഇപ്പോൾ എടുത്തിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ഉണ്ടാക്കാം. നമ്മുടെ നാട് കേരളത്തിലാണ് സെന്നിൻ്റെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരും യൂസേഴ്സും ഉള്ളത്. സോ ഞാനിത് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ റെസ്റ്റോറേഷൻ വർക്ക് എടുക്കുന്നതിന് മുമ്പ് ഒരുവിധം എല്ലാ പാർട്സിനെയും കുറിച്ചും റിസർച്ച് ചെയ്ത് അതിൻ്റെ പാർട്ട് നമ്പേഴ്സ് എന്തൊക്കെയാണ് പ്രയോറിറ്റിയിൽ മാറ്റേണ്ടത് അതിനെക്കുറിച്ചൊക്കെ നോട്ട് ചെയ്ത് ഒരു എക്സൽ ഷീറ്റിൽ തന്ന പോലെ എല്ലാ പാർട്സും ലിസ്റ്റ് ഔട്ട് ചെയ്ത് അതിൻ്റെ റെലവൻറ്റ് MGP പാർട്ട് നമ്പർ, മാരുതീൻ്റെ എല്ലാ പാർട്സിനും ഓരോ നമ്പർ കമ്പനി അസൈൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോട്ട് ചെയ്തു.
ഇനി നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ അത് എങ്ങനെ വാങ്ങാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഒരുപാട് സോഴ്സസ് ഉണ്ട്. ഒന്ന് വന്നിട്ട് ബൂഡ്മോ ആണ്. അപ്പോൾ ബൂഡ്മോൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ബൂഡ്മോ സെൻ ബമ്പർ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഫസ്റ്റ് ലിങ്ക് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. നിങ്ങൾക്ക് ബൂഡ്മോയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ലിങ്കിൽ പോയിട്ട് നിങ്ങൾ അതിൻ്റെ പാർട്ട് നമ്പർ നോക്കാൻ വേണ്ടി ആ ഇതിൽ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ പാർട്ട് നമ്പർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലി ലോഗ്ഡ് ഇൻ യൂസേഴ്സ് ക്യാൻ വ്യൂ എന്ന് വരും. ഇപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ OEM കാറ്റലോഗ് ക്ലിക്ക് ചെയ്തിട്ട് ഏതാണ് കാറ്, ഏത് വർഷത്തെയാണ് അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് ഇപ്പോൾ എൻ്റെ 99 മോഡൽ സെൻ ആണ്. സോ അത് സെലക്ട് ചെയ്തിട്ട് കറക്റ്റ്ലി കാണിച്ചു തരും ഏത് പാർട്ട് നമ്പറാണ് എന്ന്. എല്ലാ വണ്ടിക്കും ഇന്ന പോലെ പാർട്സ് കാറ്റലോഗ് ഉണ്ടാവും. അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ കാണിച്ചിട്ട് എന്തൊക്കെയാണ് പാർട്ട്, അതിൻ്റെ നമ്പർ എന്താണ് എന്ന് കാണിക്കും. ഇത് 100% ആക്യുറേറ്റ് അല്ല, കാരണം എനിക്ക് ഒരുപാട് തവണ ഇതുപോലെ എററും വന്നിട്ട്. ചിലതൊക്കെ വളരെ കോമൺ എറേഴ്സാണ്. ഇതുപോലെ ഇപ്പോൾ ഇത് നോക്കൂ, ഗ്രിൽ റേഡിയേറ്റർ, ആ ഫ്രണ്ട് ഗ്രില്ലിനാണ് അവർ പറയുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും. അതിന് ഒരുപാട് ചൈൽഡ് പാർട്സും ഉണ്ടാവും, കാരണം അതിൻ്റെ ബാക്കിലുള്ള ഹണികോം മെഷ് അതൊക്കെ സെപ്പറേറ്റ്ലി വാങ്ങണം. എന്നാലും ഇതൊക്കെ നമുക്കിപ്പോൾ നേരിട്ട് ഇതിൽ കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ട് വാങ്ങിക്കാം. അല്ലാത്തത് ഒരു ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് MGPൻ്റെ മാരുതി ജെനുവിൻ പാർട്സിൻ്റെ സ്റ്റോറിൽ പോയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ മാരുതി എല്ലാ പാൻ ഇന്ത്യ, മാരുതിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് ഇവിടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻ ഇന്ത്യ അവർക്ക് ഒത്തിരി സ്റ്റേറ്റ്സിൽ ഒത്തിരി MGP ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ പാർട്ട് നമ്പറും കൊണ്ട് MGP സ്റ്റോറിൽ പോയിട്ട് അവരുടെ അടുത്തത് കൊടുത്തു കഴിഞ്ഞാൽ അവരവരെ സിസ്റ്റമിൽ എൻ്റർ ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ട് പറയും ഈ പാർട്ട് സ്റ്റോക്കിൽ റെഡി സ്റ്റോക്കിലുണ്ടോ. ചിലത് സ്റ്റോക്കിൽ കാണും, ചിലത് അവരുടെ ഗോഡൗണിലായിരിക്കും, ചിലത് അവർക്ക് ബാക്ക് ഓർഡർ ചെയ്യേണ്ടി വരും. അവരുടെ കമ്പനിയിൽ നിന്ന് ബാക്ക് ഓർഡർ ചെയ്ത് എൻ്റെ ഫ്രണ്ടും റിയർ ബമ്പേഴ്സും അങ്ങനെയാണ് അവർ ബാക്ക് ഓർഡർ ചെയ്ത് വരുത്തിച്ചു. ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് വരുത്തിച്ചിട്ട് സംഭവം വന്ന് എടുത്തോളാൻ പറഞ്ഞു. സോ ചില പാർട്സ് അങ്ങനെ ആയിരിക്കും. ചില പാർട്സ് അവർ നിർത്തി. ഫോർ ഇൻസ്റ്റൻസ് എയർ കണ്ടീഷനിങ്ങിൻ്റെ പാർട്സൊക്കെ അവർ ഏതാണ്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ എൻഡിലും ഞാൻ യൂസ് ചെയ്ത പാർട്സ്, അതിൻ്റെ പാർട്ട് നമ്പർ എന്നപോലെ ആ പാർട്ട് ഡയഗ്രാമിൻ്റെ കൂടെ ഞാൻ കാണിക്കുന്നതായിരിക്കും.